ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂട്ടക്ഷരങ്ങൾ എന്താ പഠിച്ചത്? കൂട്ടക്ഷരങ്ങൾ ട ക ക്ഷ ര ങ എൽ. കൂട്ടക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂട്ടക്ഷരങ്ങൾ നമ്മൾ കുറച്ചേ പഠിച്ചുള്ളൂ. ബാക്കി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ കൂട്ടക്ഷരങ്ങളിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഏതൊക്കെയാണ് പഠിച്ചത് നമ്മൾ? ക അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക, ക, ഇങ്ക. നെക്സ്റ്റ് ഇങ്ങ, പിന്നെ ഇച്ച, നെക്സ്റ്റ് ഇഞ്ച. പിന്നെന്താ പഠിച്ചേ? ഞ, ഞ, ഇട്ട, ണ്ട, ണ്ട, ണ, ത, ഇത്ത. നെക്സ്റ്റ് ന്ത, ന അല്ലേ? ഇനി കുറച്ചുകൂടി കൂട്ടക്ഷരം ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ പഠിക്കാം. അതിനു മുമ്പ് നാളെ ക്ലാസ് വർക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും മടിയുണ്ടോ? ആർക്കും മടിയില്ലാതെ നാളെ ക്ലാസ്സിൽ പോകണം എല്ലാവരും. എന്നിട്ട് ഇതൊക്കെ ഇനി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വേണം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എളുപ്പമായിരിക്കും പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാം അടുത്ത കൂട്ടക്ഷരം പ. പ മുകളിൽ ചന്ദ്രക്കല ഇടുമ്പോൾ പ. പൻ്റെ കൂടെ പ. അപ്പം എന്ത് വായിക്കും? പ, പ, പ. പ രണ്ട് പ കൂടെ ഒരുമിച്ച് എഴുതണം. പ. പ വെച്ചിട്ട് രണ്ട് വാക്ക് പറയാം. പറഞ്ഞ് ആലോചിച്ച് രണ്ട് വാക്ക്. ഉപ്പ്, ഉപ്പ്. ഒരു വാക്ക് കൂടെ. ക, കു, പ, കു, പ, ആ ദീർഘം യം, യാ, അം കുപ്പായം. ഇനി അടുത്തത് പ കഴിഞ്ഞ മ. മ ചന്ദ്രക്കല മ. മന്റെ കൂടെ എന്താ ചേർക്കുക? പ. മ, പ ഒരുമിച്ച് കൂട്ടി എഴുതണം. മ, പ എന്തായിരിക്കും കൂട്ടക്ഷരം? ബ, ബ, ബ. ബ വെച്ചിട്ട് രണ്ട് വാക്ക് പറയാം. ചെമ്പ്, ചെ, ബ, ബ്, ചെമ്പ്. അടുത്തത് പ, പാ, ബ്, ബ് ചന്ദ്രക്കലമ്പ്, ചെമ്പ്, പാമ്പ്. പ, പ, പ ഉപ്പ്, കുപ്പായം. മ, പ, ബ ചെമ്പ്, പാമ്പ്. അടുത്തത് മായിട്ടിട്ട് ചന്ദ്രകലിട്ട് എന്താണ്? മ എന്നെഴുതും. മ കൂട്ടി എഴുതാൻ എന്താണ്? മ, മ, മ. രണ്ട് മാ കൂടെ ഒരുമിച്ച് എഴുതാം. അമ്മ വെച്ചിട്ട് രണ്ട് വാക്ക്. അമ്മ, അമ്മ, അമ്മ. പിന്നെന്താണ് അമ്മ വെച്ചിട്ട് ഒരു വാക്ക് കൂടെ പറയാം. മ, മ, നമ്മ, എൽ, നമ്മൾ. അമ്മ, നമ്മൾ. മ കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ മ. രണ്ട് മാ കൂടെ ഒരുമിച്ച് ഇങ്ങനെ മാ എഴുതിയിട്ട് വീണ്ടും അത് മുട്ടിച്ചിട്ട് ഒരു അടുത്തത്
അടുത്തത് യ യ യാ എഴുതിയിട്ട് യാടെ കൂടെ ചന്ദ്രക്കല ചന്ദ്രക്കലുമ്പോൾ യൻ്റെ കൂടെ എന്ത് എഴുതാം നമുക്ക് യും യ കൂട്ടി എഴുതാം. അപ്പം ഏത് കൂട്ടക്ഷരാണ് യ എഴുതിയിട്ട് യാടെ താഴെ ഇങ്ങനെ ഇടണം. അതിനാണ് യ വെച്ചിട്ട് 2 വാക്ക് എഴുതാം. നെയ്യ്. അടുത്ത ഒരെണ്ണം കൂടി എഴുതാം. മെയ്യ്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇനി അടുത്തത് 2-3 കൂട്ടക്ഷരം കൂടി ഉണ്ട്. അപ്പം എല്ലാവരും ബുക്ക് എടുത്ത് എഴുതിക്കോ. പിന്നെ നാളെ സ്കൂളിൽ പോകാൻ എല്ലാവരും ബാഗും ബുക്കൊക്കെ റെഡിയാക്കി വെച്ചോ. യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചോ. എല്ലാവരും പുതിയ ബാഗൊക്കെ വാങ്ങിയില്ലേ? ഇനി ബുക്ക് എടുത്തോളൂ. അപ്പം നാളെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പോയിട്ട് വരണം കേട്ടോ സ്കൂളിൽ. അടുത്തത് ല. അടുത്തത് ലാടെ കൂടെ ചന്ദ്രക്കല ലിന്റെ കൂടെ എന്ത് ചേർക്കണം? ല 2 ല ഒരുമിച്ച് എഴുതുമ്പോൾ എന്താ വായിക്കുക നമ്മള്? ല വെച്ചിട്ട് 2 വാക്ക് പറയാം. ത തു ല 2 ല. തു ലി തുള്ളി. ത തു ല വള്ളി തുള്ളി. പിന്നെ അടുത്തത് ക ല 2 ല കൂടി ഒരുമിച്ച് എഴുതിയിട്ട് ഒരു പൂജ ഇടുമ്പോൾ എന്ത് വായിക്കും? കള്ളം. കള്ളം. അടുത്തത് ചന്ദ്രക്കല. റായുടെ കൂടെ തന്നെ. അപ്പം എന്തെഴുതും? ന്റെ കൂടെ റ. 2 കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്താ വായിക്കുക? ഏത് കൂട്ടക്ഷരാണ് വരിക? റ. അടിയിലൊരു റ കൂടെ എഴുതാം. ട വെച്ചിട്ട് 2 വാക്ക് എഴുതാം നമുക്ക്. ഇറ്റലി. വള്ളി ഇറ്റലി. പിന്നെ ഒരെണ്ണം കൂടി എഴുതാം. ദീർഘം പാ. പാറ്റ. വേണമെങ്കിൽ ഒരെണ്ണം കൂടി എഴുതാം നമുക്ക്. മൂ മുറ്റം. അടുത്ത കൂട്ടക്ഷരം ന. ചന്ദ്രകല. ന്റെ കൂടെ റ. എന്താ വായിക്ക? ഏത് കൂട്ടക്ഷര വരിക? ന എഴുതിയിട്ട് ന. അപ്പൊ ഉണ്ട് റാ ഉണ്ട്. 2 കൂടി ഒരുമിച്ച് എഴുതുമ്പോ ഇൻറ്റ വെച്ചിട്ട് 2 വാക്ക് എഴുതാം. എന്റെ എങ്ങനെ എഴുതും? എന്റെ. നിന്റെ. നിന്റെ. എന്റെ. നിന്റെ.
ക ക ക ഷ ക്ഷ ക്ഷ കായും ഷായും കൂടി ഒരുമിച്ച് എഴുതാം. ക്ഷ ക്ഷ വെച്ചിട്ടൊരു വാക്ക് ആ ക്ഷ ക്ഷരം അക്ഷരം. അപ്പം നമ്മളിന്ന് ഇത്ര പഠിച്ചാൽ മതി. എല്ലാം കൂടി പഠിച്ചാൽ ഞങ്ങൾക്ക് ഓർമ്മ വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് എത്ര പഠിച്ചു എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇന്ന് എത്ര എണ്ണം പഠിച്ചു എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന വരെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? പ ഇന്ന് നമ്മൾ പഠിച്ചതാണ് ഉപ്പ. 2 പ ഒരുമിച്ച് എഴുതുന്നത് ഉപ്പ. ഉമ്പ ഉമ്പ. പിന്നെന്താ പഠിച്ചത്? ഉമ്മ ഉമ്മ. പിന്നെ ഈയ ഈയ. അടുത്ത് ഇല്ല. അടുത്തത് വ വ. ല 2 ള ഒരുമിച്ച് എഴുതുന്നത് ല. അടുത്തത് ട 2 റ ഒരുമിച്ച് എഴുതുന്നത് ട. ഢ ഢ. ഷ ഷ ഷ. പിന്നെ ലാസ്റ്റ് പഠിച്ചത് എന്താ? ഷ ക്ഷ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ.